ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആണ്. വീക്കെൻഡൊക്കെ അല്ലേ, നമുക്കൊരു എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പൂരി ബാജി ഇന്ന് ഉണ്ടാക്കാം. അതിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്ക് കടക്കാം. ബാജിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. അതായത് പൊട്ടാറ്റോ മസാല. പൊട്ടാറ്റോ 2 വലുത് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നമുക്കത് വേവിച്ച് മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച്, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇഷ്ടമാണെങ്കിൽ അത് യൂസ് ചെയ്യാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കൂടെ കടലപ്പരിപ്പ് ഒരു 2 ടീസ്പൂൺ, പിന്നെ ഉഴുന്നുപരിപ്പ് ഒരു 1.5 ടീസ്പൂൺ, ഇത്ര ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റുക. ഒരു 2 വറ്റൽ മുളക് കൂടി നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇത് ചെറുതായി ഒന്ന് വഴറ്റുക 1 മിനിറ്റ്. അതിനുശേഷം നമുക്ക് ഇഞ്ചി അരിഞ്ഞത്, പിന്നെ അതിൻ്റെ കൂടെ പച്ചമുളക് ഒരു 6 പിന്നെ സവാള അരിഞ്ഞതും കുറച്ച് കറിവേപ്പില, ഇത്രയും ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഉള്ളിയെല്ലാം ട്രാൻസ്ലൂസൻ്റ് ആകുന്നിടം വരെ നമുക്ക് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. ഈ സമയം കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ പൊട്ടാറ്റോയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ ഓർക്കണം. എന്നിട്ട് വേണം ഇവിടെ ഉപ്പിട്ട് കൊടുക്കാൻ. പിന്നീട് കുറച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വഴറ്റുക. അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ വഴറ്റുക. അതിനുശേഷം ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്ത് അതും കൂടി വഴറ്റുക. ടൊമാറ്റോ ഇല്ലെങ്കിൽ ആംചൂർ പൗഡറോ ലൈം ജ്യൂസോ ഏതെങ്കിലും നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ സമയം ഒരു 1/4 കപ്പ് ക്യാരറ്റ് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇത് വേകാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ചൊരു 5-8 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നമുക്കിത് വേവിച്ച്. ഇപ്പോൾ ക്യാരറ്റൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് എന്തുവാണെന്ന് വെച്ചാൽ ഒരു 2 ടീസ്പൂൺ കടലമാവിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇത് ആ പൊട്ടാറ്റോ ബാജിക്ക് ഒരു നല്ല തിക്നെസ് ഉണ്ടാവാൻ വേണ്ടിയാണ്. അതിട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കുക. കടലമാവെല്ലാം വഴണ്ടതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് ലൈറ്റായിട്ടൊന്ന് മാഷ് ചെയ്യുക. എല്ലാം അങ്ങ് ഉടഞ്ഞു പോകണ്ട, കുറച്ച് മാഷ് ചെയ്യുക. കുറച്ച് പീസസ് അവിടെ കിടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി മാഷ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരട്ടെ. ഇപ്പോൾ ഇവിടെ ബാജിയൊക്കെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഉപ്പ് നോക്കണം, നിങ്ങൾക്ക് പുളി ആവശ്യമുണ്ടെങ്കിൽ അത് കറക്റ്റാണോ എന്ന് ശ്രദ്ധിക്കണം. എല്ലാം ഇപ്പോൾ ചെക്ക് ചെയ്ത് കൊടുത്തിട്ട് കൊറിയാൻഡർ ലീവ്സ് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ബാജിയൊക്കെ ഇപ്പോൾ തയ്യാറായല്ലോ. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കി തുടങ്ങാം. 2 കപ്പ് ഗോതമ്പ് പൊടി, 1/2 കപ്പ് മൈദ, അതിൻ്റെ കൂടെ 2.5 ടേബിൾ സ്പൂൺ റവ കൂടി ഇട്ട് കൊടുക്കണം. ഒരു അര മുതൽ 3/4 ടീസ്പൂൺ വരെ ഉപ്പും. ഞാനിവിടെ ഓയിലിന് പകരം നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. ടോട്ടൽ 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നല്ലവണ്ണം ഇളക്കി ആദ്യം യോജിപ്പിക്കാം. പിന്നീട് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം ഇത് നല്ലപോലെ കുഴച്ചെടുക്കാൻ. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒരുപാട് മയപ്പെടുത്തി കുഴയ്ക്കേണ്ട, ഇച്ചിരി ഫേം ആയിട്ടുള്ള ഡോ ആണ് നമുക്ക് വേണ്ടുന്നത്. വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇപ്പോൾ ഇവിടെ മാവെല്ലാം നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് മുമ്പായി കുറച്ച് എണ്ണ ഇതിൻ്റെ പുറത്ത് സ്മിയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് 20 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ റെസ്റ്റിംഗ് ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ബോൾസ് ആയിട്ട് മുറിച്ചെടുക്കാം. എനിക്കിത് 12 ബോൾസ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. മീഡിയം സൈസ് ബോൾസ് ആയിട്ട് ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യാം.
ഞാനൊരു ചപ്പാത്തി പ്രസ്സാണ് ഉപയോഗിക്കുന്നത്. ആ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ 2 സൈഡിലും എണ്ണ തൂത്ത് കൊടുത്തിട്ട് നമുക്ക് ജെൻറ്റിലായിട്ട് പ്രസ് ചെയ്തെടുക്കാം. ഈ പരിപാടി റിലേറ്റീവ്ലി ഈസി ആയിട്ട് എനിക്ക് തോന്നി. പെട്ടെന്ന് പൂരിയെല്ലാം പരത്തിയെടുക്കാൻ സാധിച്ചു. അങ്ങനെ എല്ലാ ബോൾസും നമുക്ക് ഇവിടെ പരത്തിയെടുക്കാം. ഈ സമയം എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഓരോ പൂരിയും നമുക്കിട്ട് വറുത്തെടുക്കാം. പൂരി ഇട്ട് കൊടുത്തതിന് ശേഷം ജെൻറ്റിലായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേക്കും അത് എല്ലാം പൊങ്ങി വരും. ഇങ്ങനെ നമുക്ക് എല്ലാ പൂരിയും വറുത്തെടുക്കാം. ഇപ്പോൾ ഇവിടെ രുചികരമായ പൂരി ഭാജി റെഡി ആയിരിക്കുന്നു. ഈ റെസിപ്പി ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മടിക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ് സാലസ് ഹെർബ്സ് ആൻഡ് സ്പൈസസ്.